അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ അല്ലേക്ക. അപ്പൊ ഒരു ചലഞ്ച് വീഡിയോ ആണ്, 1000 rupee ചലഞ്ച് വീഡിയോ ആണ്. അപ്പൊ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ 1000 rupee ചലഞ്ച് വീഡിയോ ആണ്. അപ്പൊ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു 1000 rupeeക്ക് ഇക്കാക്ക് വേണ്ടിയിട്ടൊരു ഔട്ട്ഫിറ്റ് പർച്ചേസ് ചെയ്യും, ഇക്ക ഒരു 1000 rupeeക്ക് എനിക്ക് വേണ്ടിയിട്ടൊരു ഔട്ട്ഫിറ്റ് പർച്ചേസ് ചെയ്യും. അപ്പോൾ നമ്മൾ അതിനൊരു ടൈം ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്, 20 minutes ആണ് ടൈം ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ കാലിക്കറ്റ് ഹൈലൈറ്റ് മാളിലേക്കാണ് പോണത്. അവിടെ നമുക്ക് ഏത് സ്റ്റോറിൽ നിന്ന് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അപ്പോൾ 1000 rupeeൻ്റെ അകത്ത് വേണം വരാൻ. ഒരു ഔട്ട്ഫിറ്റ് ഫുള്ള് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഫുള്ളി നമ്മളെ ഇഷ്ടത്തിനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇക്കാക്ക് ഔട്ട്ഫിറ്റ് ചൂസ് ചെയ്യുമ്പോൾ ഫുള്ള് എൻ്റെ ഇഷ്ടത്തിനാണ്. എനിക്ക് വേണമെങ്കിൽ ജസ്റ്റ് സൈസും കാര്യങ്ങളും മാത്രം നോക്കാം, കാരണം ഇപ്പം എന്തായാലും ഇക്കൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ സൈസും കാര്യങ്ങളും മാത്രം നോക്കാം, വേറെ കളറായിക്കോട്ടെ ഇനിയിപ്പോൾ മോഡലോ എന്തും ഒക്കെ നമ്മളെ ഇഷ്ടത്തിനാണ് ചൂസ് ചെയ്യുക. അപ്പോൾ എൻ്റെ അതും അങ്ങനെ തന്നെ, എനിക്ക് ഔട്ട്ഫിറ്റ് എടുക്കുമ്പോഴും ഒക്കെ ഇക്കാൻ്റെ ഇഷ്ടത്തിന്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അങ്ങനെ 20 minutes ആണ് ടൈം ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കാണുന്നുണ്ട് 1208.
ടൈം സ്റ്റാർട്ട് ചെയ്തിട്ട് കേട്ടാ. എനിക്കറിയില്ല, നിങ്ങളെ ഇഷ്ടം. എനിക്കറിയില്ല, നിങ്ങളാണ് എടുക്കണ്ടേ. ഗൈസ്, ആകെ ഡ്രസ്സുകൾക്കിടയിലൂടെ ഞാൻ ഇക്കാക്കുള്ള വെറും 10 മിനിറ്റിന്റെ അപ്പുറത്തേക്ക് പോയിട്ടില്ല. 10 മിനിറ്റിന്റെ ഉള്ളിൽ എടുത്തേണ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അവിടുത്തെ ആകെ കൺഫ്യൂഷനിലാണ് ഗൈസ്. ഓക്കെ, നിങ്ങളെ ഇഷ്ടല്ലേ? കുർത്തിയാ എത്രണ്ണ എടുത്തേ? മറ്റേ കേട്ടോ, ഞാൻ അടുത്ത സാധനം കിട്ടി. കറക്റ്റ് കാണിക്കത്ര? 1088 ഉണ്ട്. അപ്പൊ നമ്മളെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലങ്ങനെ ജയിച്ച് ഇതൊന്നും പറയാൻ എന്താ. അപ്പൊ ഫസ്റ്റ് ഞാനാ ഷോപ്പ് ചെയ്തത്. ഇത് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 20 മിനിറ്റ്സ് ഒന്നും എടുത്തിട്ടില്ല. കാരണം ഒന്നാമത് കുറച്ച് കളക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓൾറെഡി മെൻസിന്റെ കാര്യം ഇതെന്ന് പറഞ്ഞാല് എന്തായാലും അത്ര അഫോർഡബിൾ ആയിരിക്കില്ല. പാൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണ്. അഫോർഡബിൾ ആയിട്ടുള്ള കുറെ നോക്കി, പക്ഷെ പാൻറ്റൊന്നും അല്ലേ. അപ്പോൾ ലേഡീസിന്റെ എന്തായാലും അത്ര മീൻസ് മെൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് കിട്ടും. അപ്പൊ ഇവരെ പാൻറ്റും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ റേറ്റ് ആണ്. അപ്പൊ ഞാൻ എടുത്തൊരു ടോട്ടല് എനിക്ക് ബഡ്ജറ്റ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. 1200 സംതിങ് ആയിട്ടുണ്ട് അല്ലേ. ഒരു പാൻറ്റും ഒരു ടീഷർട്ടും ആയിരുന്നു. പക്ഷെ നല്ല പാൻറ്റും ടീഷർട്ടും കേട്ടോ. അത്യാവശ്യം റേറ്റ് ഉള്ള ക്വാളിറ്റി ഉള്ള പാൻറ്റും ടീഷർട്ടും ആണ്. എനിക്ക് വേണ്ടിയിട്ട് എടുത്തത് ഒരു പാൻറ്റും ഒരു കുർത്തിയും പിന്നെ ഒരു ചപ്പലും അല്ലേ. എല്ലാം കൂടി ടോട്ടൽ 86 ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും 1000ന്റെ പുറത്ത് പോയിട്ടുണ്ട്. പക്ഷെ കൂട്ടത്തിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇക്കാണ്ടാണ് കുറച്ചും കൂടി അടുത്ത് വന്നിട്ടുള്ളത്. അപ്പം കുഴപ്പമില്ല. പിന്നെ കൂടുതൽ ഐറ്റംസ് വാങ്ങിച്ചിട്ടുള്ളതും ഇക്ക തന്നെയാണ്. 3 ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട്. പാൻറ്റും ടോപ്പും പിന്നെ ഒരു ചപ്പലും എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയല്ല. അപ്പൊ നമ്മള് രണ്ടുപേരും ഔട്ട്ഫിറ്റ് ഒക്കെ ഫുള്ളി വെയർ ചെയ്തിട്ട് വീഡിയോ ആയിട്ടോ ഫോട്ടോ ആയിട്ടോ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം അല്ലേക്കാ. അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യുക. അപ്പം ഈ ചാലഞ്ച് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേറെയും ചാലഞ്ചസ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതാവും അല്ലേക്കാ. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.